ഉത്രാടപ്പാച്ചിലാണ് ഇപ്പോൾ മലയാളി ലോകമെമ്പാടുമുള്ള മലയാളികൾ. കേരളത്തിൽ വടക്കേ അറ്റത്തു നിന്നുള്ള വിവരങ്ങളുമായി, മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി വിനിഷ വൃന്ദാവൻ തത്സമയം ചേർന്നുണ്ട്. വിനിഷ, സ്വാഭാവികമായും ഉച്ച ഊണ് കഴിഞ്ഞു, വെയിലൊന്ന് തിരിഞ്ഞു, ഇനിയിപ്പോൾ സാധനങ്ങൾ മേടിക്കാനായി തിരക്ക് കൂട്ടി ആളുകൾ ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ആ ഒരു തിരക്കാണോ ഇപ്പോൾ കാണാനാകുന്നത്? സൗമ്യ, മിഠായി തെരുവിൽ ഇപ്പോൾ തിരക്ക് കൂടി വരുന്നതേ ഉള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സർക്കാർ അവധി ദിവസങ്ങളായിരുന്നു. കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച ഒക്കെ അവധി ദിവസങ്ങളായതിനാൽ തന്നെ വലിയൊരു തിരക്ക് ഇത്തവണ തിരക്ക് കുറഞ്ഞു എന്ന് പറയാം. കാരണം ഇതിന് തൊട്ട് മുന്നേ കഴിഞ്ഞ ദിവസം പെരുന്നാൾ കടന്നുപോയി. പെരുന്നാളിൻ്റെ ഒരു തിരക്കും ഓണ സീസണും പരിഗണിച്ച് നേരത്തെ തന്നെ ആൾക്കാരെല്ലാവരും തന്നെ ഓണത്തിനായിട്ടുള്ള പെരുന്നാളിനായിട്ടുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതിനാലാവണം ഇത്തരത്തിലൊരു തിരക്ക് കുറഞ്ഞത്. സാധാരണഗതിയിൽ മിഠായി തെരുവിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും കാല് കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ ജനങ്ങളെ കൊണ്ട് ജനനിബിഡമാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഉത്രാടപ്പാച്ചിലിൻ്റെ അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ വൈകിട്ടത്തെ സമയങ്ങളിലൊക്കെ തന്നെ കാല് കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ ഒരു പുരുഷാരത്തിൻ്റെ തിരക്കാണ് മിഠായി തെരുവിൽ കണ്ടുകൊണ്ടിരുന്നത്. മലബാറിലെ ഓണത്തെക്കുറിച്ച് പ്രധാനമായും പറയുമ്പോൾ മത്സ്യത്തെക്കുറിച്ചും മാംസത്തെക്കുറിച്ചും എടുത്തു പറയാതെ വയ്യ. കാരണം ഞങ്ങൾ മലബാറികൾക്ക് മത്സ്യവും മാംസവും ഇല്ലാതെ ഓണം പൂർത്തിയാകില്ല. ഓണസദ്യയിൽ ഒരു വിഭവമായി മത്സ്യവും മാംസവും വിളമ്പിയേ തീരൂ. അതിനാൽ ഈ ഒരു ബലിപെരുന്നാൾ കടന്നു പോയ ഒരു സമയമായതിനാൽ അത് സ്റ്റോക്കൊക്കെ നിറച്ച് ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ വിഭവങ്ങളും, മത്സ്യമായാലും മാംസമായാലും ഇറച്ചിയായാലും ഇറച്ചിക്കോഴികളായാലും തമിഴ്നാട്ടിൽ നിന്ന് പോലും സ്റ്റോക്ക് എത്തിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് വ്യാപാരികളും. ഒപ്പം അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി നാളത്തേക്കുള്ള ഒരു സദ്യവട്ടങ്ങളുടെ അവസാന വട്ട ഒരുക്കത്തിൽ തന്നെയാണ് മലബാറുകാരും. കേരളത്തിലെ എല്ലാ മലയാളികളെയും പോലെ മലബാറുകാരും ഓണത്തിൻ്റെ ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെയാണ്. സൗമ്യ, വിനിഷ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഇത്തവണ വലിയൊരു വിപണി ഇടപെടൽ ഉണ്ടായിരുന്നു. സാധനങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് ഓണച്ചന്തയൊന്നും കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായില്ല എന്നുള്ള വലിയൊരു ആക്ഷേപം സാധാരണക്കാരുടെ ഇടയിൽ അവരെ ഒരുപാട് വലച്ചിരുന്നു. ഇത്തരം സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെയും എങ്ങനെയാണ് അവിടെ പ്രവർത്തന സജ്ജമാണോ? അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് വിനിഷ? തീർച്ചയായും കൺസ്യൂമർ ഫെഡ് പോലുള്ള സമൂഹത്തിൽ ഇടപെടുന്ന വിപണികളെല്ലാം തന്നെ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ, ഓണം ബക്രീദ് കണക്കിലെടുത്ത് ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഉത്സവകാല വിപണി ആരംഭിച്ചിരുന്നു. അതിനാൽ വലിയൊരു ആശ്വാസം തന്നെയാണ് സൗമ്യ സൂചിപ്പിച്ചതുപോലെ. സാധനങ്ങളുടെ വിലക്കയറ്റത്തിലായാലും സാധാരണഗതിയിൽ ഓണം ബക്രീദൊക്കെ ഒരുമിച്ചെത്തുമ്പോൾ ഈ പച്ചക്കറികൾക്കായാലും മത്സ്യമാംസാദികൾക്കായും വില വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ വിപണി പിടിച്ചടക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ചെന്ന് വാങ്ങിക്കാവുന്ന രീതിയിലുള്ള വിപണി വിലയാണ് ഓരോ സാധനങ്ങൾക്കും ഉള്ളത്. കൺസ്യൂമർ ഫെഡ് വളരെ അധികം, നമ്മൾ നേരത്തെ തന്നെ ഒരു വാർത്ത അതിനെക്കുറിച്ച് കണ്ടു, വളരെയധികം വില കുറവിലാണ് ഇത്തവണ എല്ലാ സാധനങ്ങളും. ഒപ്പം സപ്ലൈകോ വഴിയും സാധാരണക്കാരന് താങ്ങാവുന്ന രീതിയിൽ ഓരോ സാധനങ്ങളും ലഭ്യമാകുന്നുണ്ട്. മറ്റൊന്ന് ഖാദിയുടെ ഇടപെടലാണ്. ഖാദി വ്യവസായത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ റിബേറ്റ് 30% റിബേറ്റോട് കൂടിയാണ് ഖാദി കൈത്തറി തുണിത്തരങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. അതും വലിയൊരു ആശ്വാസമാണ്. ഇതിനു പുറമെ അർദ്ധ സർക്കാർ ജീവനക്കാരെയൊക്കെ 50% വരെ കിഴിവും ഒപ്പം ഇൻസ്റ്റാൾമെൻ്റായി തുണിത്തരങ്ങൾ വാങ്ങാനുള്ള ഒരു ഓഫർ കൂടെ ഇത്തവണയുണ്ട്. അതിനാൽ ഖാദി തുണിത്തരങ്ങൾക്കും വലിയ ഒരു ഡിമാൻഡാണുള്ളത്. ഖാദി തുണിത്തരങ്ങൾ മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. പുത്തൻ വ്യത്യസ്തമാർന്ന തുണിത്തരങ്ങളും വ്യത്യസ്തമാർന്ന കുറേ ഡിസൈനുകളുമായിട്ടുള്ള തുണിത്തരങ്ങളുമാണ് ഇത്തവണ ഖാദി മേളയിലുള്ളത്. തനത് കൈത്തറി വസ്ത്രങ്ങൾക്ക് പുറമെ പുറം രാജ്യങ്ങളിലും പുറം നാടുകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൈത്തറി വസ്ത്രങ്ങളും ഇത്തവണ ഓണം ബക്രീദ് വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഓണത്തിനെയും ബക്രീദിനെയും മുന്നിൽ കണ്ട് ഒരാഴ്ച മുൻപ് തന്നെ കോഴിക്കോട്ടെ ഇത്തരം വസ്ത്രവിപണികളെല്ലാം തന്നെ സജ്ജമായി. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഈ മിഠായി തെരുവിനും മാനാഞ്ചിറയ്ക്കും ചുറ്റുമുള്ള വഴിയോര കച്ചവടങ്ങളാണ്. ഈ സാധാരണ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിലാണ് വഴിയോര കച്ചവടങ്ങളിൽ തുണിത്തരങ്ങൾ ലഭ്യമാകുക. ഏത് തരത്തിലുള്ള ആൾക്കാർക്കുള്ള എന്ത് തുണിത്തരങ്ങളും ഇത്തരം വഴിയോര കച്ചവടങ്ങളിൽ ഇപ്പോൾ ലഭ്യമാണ്. മഴയൊന്ന് മാറി നിന്നതിനാൽ ഇത്തവണ കർക്കിടകത്തിലെ മഴ ചിങ്ങമാസത്തിലാണ് പെയ്തത്. എന്നാൽ അത്തം പിറന്നതിന് ശേഷം ഇത്തവണ മഴ പെയ്തിട്ടില്ല. അതിനാൽ മഴ മാറി നിന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ് ഈ ഒരു അത്തം പിറന്ന ഇത്രയും ദിവസങ്ങളായിട്ടും മഴ പെയ്യാത്തതിനാൽ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് ഈ കോഴിക്കോടിൻ്റെ പരിസരത്തുള്ളത്. അതിനാൽ തന്നെ വഴിയോര കച്ചവടങ്ങൾ, വഴിയോര വിപണി വളരെ സജീവമാണ്. പൂവിൻ്റെ കാര്യത്തിലായാലും പച്ചക്കറിയുടെ കാര്യത്തിലായാലും വസ്ത്രങ്ങളുടെ കാര്യത്തിലായാലും വലിയ തരത്തിലുള്ള ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു ആവേശം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെ വേണം പറയാൻ.
മിഠായി തെരുവിലെ ഈ ഒരു ചെറിയ തിരക്ക് കുറവ് മാത്രം ഒഴിച്ചു നിർത്തിയാൽ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ആൾക്കാരെല്ലാം. കാരണം ഈ ഒരു വടക്കൻ അവധിക്ക് കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.